യേശുനാമം അതിശയനാമം, ഈഴേനിക്കിമ്പനാമം. യേശുനാമം അതിശയനാമം, ഈഴേനിക്കിമ്പനാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻ, വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻ, വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഈഴേനിക്കിമ്പനാമം. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായം 4-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാൻ 21-ാം അധ്യായം 4-ാമത്തെ വാക്യം എന്താണ് എഴുതിയിരിക്കുന്നത്? ഉഷസ്സായപ്പോൾ പറഞ്ഞേ, ഉഷസ്സായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. ഇതാണ് പ്രശ്നം. ചില സമയത്ത് ഈശോ നമ്മുടെ മുമ്പിൽ വന്നാലും അത് ഈശോയാണെന്ന് നമ്മൾ അറിയത്തില്ല. ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതിൽ അവൻ മൂലമല്ലേ. എന്തുണ്ടായാലും നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോഴും യോഹന്നാൻ പറയും ദാറ്റ് ഈസ് ലോർഡ്. എന്താ പറയണത്? യോഹന്നാൻ 21:7 ഇല്ലേ? യോഹന്നാൻ 21:7 നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ്? അത് കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. അതായത് സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു അത് കർത്താവാണ്. എന്താണ്? നല്ല അനുഭവം കണ്ടപ്പോഴാണ് ആ മനുഷ്യൻ പറഞ്ഞത്. യോഹന്നാൻ്റെ യോഹന്നാൻ എക്സ്പീരിയൻസ് ഓഫ് ക്രൈസ്റ്റ് ഭയങ്കരമാണ്. എല്ലായിടത്തും എക്സ്പീരിയൻസിൻ്റെ ആളാണ്. ഉണ്ടായിട്ടുള്ളതിന് അവൻ മൂലമാണെന്ന് പറഞ്ഞ ആളാണ്. തൻ്റെ മുമ്പിലൊരു സംഭവം ഉണ്ടായി. എന്താണ്? രാത്രി മുഴുവനും വലയിറക്കിയിട്ടും ഒന്നും കിട്ടിയില്ല. അപ്പോഴാണ് പ്രഭാതത്തെ പ്രത്യക്ഷപ്പെട്ടവൻ പറഞ്ഞു വള്ളത്തിൻ്റെ വലതുവശത്ത് നീക്കി വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. വലയിൽ കിട്ടിയ മത്സ്യങ്ങൾ കണ്ടപ്പോഴേ യോഹന്നാൻ മാത്രം ആ പറഞ്ഞ ആളെ നോക്കി. മക്കളുള്ള എല്ലാവരും അന്ധന്മാരായിട്ട് ഇരിക്കുകയായിരുന്നു അവിടെ. കണ്ണുണ്ടായിട്ട് കാര്യമില്ല, നോക്കണ്ടേ? അതാണ് വിശ്വാസം. നമ്മുടെ മുമ്പിൽ ഒരു സംഭവം നടന്നാൽ ആ സംഭവത്തിൻ്റെ മുമ്പിൽ കർത്താവിനെ നോക്കുന്നവനാണ്. അപ്പം നമുക്ക് മനസ്സിലായി നമ്മൾ അന്ധനല്ലെന്ന്. 10 പേര് അന്ധന്മാരായിട്ടിരിക്കുകയാണ്, കരക്ക് നോക്കാതെ. ഒരുത്തൻ മാത്രം കരക്ക് നോക്കി. കാര്യം എന്താ? അവനെ അറിയാമായിരുന്നു ഉണ്ടായിട്ടുള്ളതെല്ലാം അവൻ മൂലമാണെന്ന്. അവൻ മൂലമല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 യേശുവേ മഹത്വം. ഹല്ലേലൂയ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു.
കാണുന്നു ഞാൻ. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, വിശ്വാസം എന്ന് പറഞ്ഞ ഇതാ, എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ അവനെ നോക്കണം. അത് ശിഷ്യന്മാർ അറിഞ്ഞില്ലെന്നല്ലേ പറയണത്. യോഹന്നാൻ 21:4 അവൻ വന്ന് നിന്നത് ശിഷ്യന്മാർ അറിഞ്ഞില്ല. അത് കർത്താവാണെന്ന് അവരറിഞ്ഞില്ല എന്ന്. അത് നിസ്സാര കാര്യമല്ല, അതൊരു മോർട്ടൽ സിന്നാണ്. വിശ്വാസിയാണ് നീ എങ്കിൽ ഇറ്റ്സ് എ മോർട്ടൽ സിൻ. എന്താണ് വിശ്വാസം എന്ന് പറയുന്നത്? എന്താണ്? ഒരു കണ്ണാണ്. സംഭവിക്കുന്ന എല്ലാത്തിൻ്റെ പിന്നിൽ അവനാണെന്ന് കാണാനുള്ള കണ്ണിന്റെ പേരാണ് വിശ്വാസം. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. സ്തുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കൃപാസന ആധ്യാത്മികതയുടെയൊക്കെ ഒരു അന്തസത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഇപ്പം നമ്മൾ കേട്ട സുവിശേഷമാണ്. ജനതയുടെ എല്ലാ ജീവിതാനുഭവങ്ങളുടെ ഇടയിലും അനുഭവത്തിന് കർത്താവിനെ കാണിക്കും. ദാറ്റ് ഈസ് ലോർഡ്. അത് കർത്താവാണെന്ന് പറഞ്ഞു കൊടുക്കും. അത് യോഹന്നാൻ മിഷനാണ്. യോഹന്നാനാണ് പറയണത് ദാറ്റ് ഈസ് ലോർഡ്, അത് കർത്താവാണെന്ന്. എന്തിനാണ് അങ്ങനെ പറയിപ്പിക്കണമെന്ന് അറിയാവോ? ദാറ്റ് ഈസ് ലോർഡ് എന്ന് പറയിപ്പിക്കണത് എന്തിനാണെന്നറിയാവോ? കൂടെ ഉള്ളവനെ എടുത്ത് ചാടിക്കാൻ വേണ്ടിയാണ്. ഒരുത്തൻ ചാടിയ കണ്ടില്ലേ? ഒരുത്തനെ എടുത്ത് ചാടിയ കണ്ടില്ലേ? അവനെ ചാടിക്കണം എന്ന് അവനെ ചാടറൊക്കെ എന്ത് ചെയ്യണം? ജീവിതാനുഭവങ്ങളിലെ തെളിഞ്ഞു വരുന്നത് വെദർ ഇറ്റ് ഈസ് ഫേവറേറ്റ് ഓർ അൺഫേവറേറ്റ്, അത് അനുകൂലമാകാം പ്രതികൂലമാകാം അനുഭവങ്ങൾ വരുമ്പോൾ ആ അനുഭവത്തിൻ്റെ പിന്നിൽ കാണുന്നത് ആരാണ്? അത് കർത്താവാണ്. നമ്മൾ അറിയാതിരുന്ന കർത്താവ്. യോഹന്നാൻ 21:4 കർത്താവ് വന്നപ്പോൾ അറിഞ്ഞില്ലല്ലോ. അറിയാത്ത കർത്താവിനെ അറിയിച്ചു കൊടുക്കുന്നതാണ്. ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയാറില്ലേ, ദാറ്റ്സ് മിഷൻ അവർ ലോർഡ്സ് മിഷൻ. എന്താണത്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. അപ്പം നിങ്ങളവർക്കും അറിയാത്തവരെ അറിയിക്കുക എന്ന് പറയുമ്പോൾ വേദപ്രചാരം മാത്രമാണ്. പക്ഷേ വേദപ്രചാരം തീർച്ചയായിട്ടും നമ്മളുടെ മൗലികമായ നിലനിൽപ്പിൻ്റെ കാരണം തന്നെ അതാണ്. പക്ഷേ വേദപ്രചാരം വേറെയുമുണ്ട്. എന്താണ്? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ദുഃഖാനുഭവം ഉണ്ടായാൽ, ഒരു സന്തോഷത്തിൻ്റെ അനുഭവം ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദി അത് കർത്താവാണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള മിഷൻ. എന്തിനാ അങ്ങനെ കാണിച്ചു കൊടുക്കണത്? ചാടിക്കാൻ വേണ്ടിയാണ്. മുന്നിൽ കാണുന്ന കടലിലേക്ക് ചാടണം മനുഷ്യൻ. പ്രക്ഷുബ്ധമായ ജീവിത പാരാവാരത്തിലേക്ക് അവൻ ചാടണം. എന്താ കാരണമെന്നറിയാവോ? അവൻ ചാടി, വിശ്വാസത്താൽ അവൻ ചാടും, ആവേശത്തോടെ പ്രാർത്ഥനയാൽ അവൻ നീന്തി അവൻ കരപറ്റും. എന്താണ്? അവനെ കാത്തിരിക്കുന്നവൻ കരയിലുണ്ട്. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ പേര് നിൽമി മാത്യു. കുവൈറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മകനോടൊപ്പം ഇന്നിവിടെ നിൽക്കുന്നുവെങ്കിൽ അമ്മ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും പ്രത്യേക അനുഗ്രഹം കൊണ്ടാണ്. കാരണം 22 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് അതിൽ 5 ദിവസം ICUയിലും കിടന്ന് അമ്മ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണയാൽ ഉടമ്പടി തൈലവും കാശുരൂപവും ദിവസവും അവൻ്റെ നെറ്റിയിൽ തൈലവും ചെയ്തിട്ടാണ് അവന് ഇന്ന് ഈ അൾത്താരയിൽ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2025 ജനുവരി 7.
ജനുവരി 9 ഞാൻ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മോന് ചെറിയൊരു രീതിയിൽ ചുമ തുടങ്ങി. സാധാരണ പോലെ ഡോക്ടറെ കാണിച്ചു, ചുമയല്ലേ പോകും, അവർ തന്ന മെഡിസിൻ കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞു, ചുമ മാറുന്നില്ല. വീണ്ടും സെയിം ഡോക്ടറെ തന്നെ കൊണ്ടുപോയി കാണിക്കുന്നു. പുള്ളിക്കാർ പറയുന്നു കുഴപ്പമില്ല, ചുമയുടെ മരുന്ന് കൊടുത്താൽ മതി. വീണ്ടും മരുന്ന് കൊടുത്തു, എന്നിട്ടും മാറുന്നില്ല. 2-ാം തീയതി ആയപ്പോൾ മോന് ചെറിയ രീതിയിൽ പനി തുടങ്ങി. 3-ാം തീയതി ഒരു ദിവസമൊക്കെ പനിച്ചാൽ സാധാരണ പനിക്കുള്ള മരുന്ന് സിറപ്പ് അഡോള് കൊടുത്ത് പനി പോകും, നോക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. 4-ാം തീയതി ആയപ്പോൾ മോന് ഭയങ്കര പനി, ക്ഷീണം. സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നത് ഒട്ടും വയ്യ അമ്മയെന്ന് പറഞ്ഞുകൊണ്ടാണ്. 4-ാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 4-ാം തീയതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ എക്സ്റേ എടുത്തിട്ട് പറഞ്ഞു ന്യൂമോണിയ കൂടിയിരിക്കുകയാണ്, ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞു. അവിടെ നിന്ന് വേറൊരു ആശുപത്രിയിലേക്ക്, കാരണം ആ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാനുള്ള സൗകര്യമില്ലായിരുന്നു. അതുകൊണ്ട് വേറൊരു ആശുപത്രിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ചെറിയ ന്യൂമോണിയയല്ലേ, ആൻറ്റിബയോട്ടിക് എടുത്താൽ മതി, മാത്രവുമല്ല കുഞ്ഞിന് 10 വയസ്സായില്ലേ, കുഴപ്പമില്ല, പനിയുടെ മരുന്ന് 4 മണിക്കൂർ ഇടവിട്ട് കൊടുത്താൽ മതി. അങ്ങനെ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് ഞാനും ഹസ്ബൻഡും മോനുമായിട്ട് വീട്ടിൽ പോയി. പിന്നീട് 5-ാം തീയതി ആയപ്പോൾ ആ 4-ാം തീയതി രാത്രി തൊട്ട് കുഞ്ഞിന് ഭയങ്കര പനി, അഡോള് കൊടുത്തിട്ട് നിൽക്കുന്നില്ല, തുടച്ചു കൊടുക്കുന്നു, തല നനച്ചു കൊടുക്കുന്നു, കുഞ്ഞിൻ്റെ പനി മാറുന്നില്ല. 5-ാം തീയതി വൈകിട്ട് സെയിം ഹോസ്പിറ്റലിൽ ഞാൻ മോനെയും കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു 41 കുഞ്ഞിൻ്റെ പനി, ഞാൻ അഡോള് കൊടുത്തു, ടെപ്പിഡ് സ്പഞ്ച് കൊടുക്കുന്നു, എൻ്റെ കുഞ്ഞിൻ്റെ പനി മാറുന്നില്ല. അവർ വീണ്ടും എക്സ്റേ എടുത്ത് നോക്കി, ബ്ലഡ് വർക്കപ്പ് ചെയ്തു, ചെറിയ ഇൻഫെക്ഷൻ ഉണ്ട്, നമുക്ക് അഡ്മിറ്റ് ആക്കാം. അങ്ങനെ കുഞ്ഞിനെ അഡ്മിറ്റ് ആക്കുകയാണ്. കുഞ്ഞിന് അവർ ആശുപത്രിയിൽ ആ 5-ാം തീയതി തൊട്ട് 12-ാം തീയതി വരെ അവരുടെ കയ്യിലുള്ള ആൻറ്റിബയോട്ടിക് ഒന്നൊന്നായി 24 മണിക്കൂർ നമുക്ക് പരീക്ഷിക്കാം, ചില ആൻറ്റിബയോട്ടിക് 44 മണിക്കൂർ പരീക്ഷിക്കാം എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ് മരുന്നിൻ്റെ ലിസ്റ്റുകൾ. ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് എല്ലാ മരുന്നിൻ്റെയും പേരുകൾ എനിക്ക് മനസ്സിലാവും. ഇഞ്ചക്ഷൻ ക്ലെൻഡാമൈസിൻ, ഇഞ്ചക്ഷൻ റോസഫിൻ, ഇഞ്ചക്ഷൻ വാൻഗോമൈസിൻ, ഇഞ്ചക്ഷൻ ടാസോസിൻ, ഇഞ്ചക്ഷൻ ടാർഗോസിറ്റ്, ടാബ് ലിനിസോളിഡ്, ഇത്രയും സാധനങ്ങൾ എൻ്റെ കുഞ്ഞിന് കൊടുത്തിട്ടും ആ 5-ാം തീയതി മുതൽ 12-ാം തീയതി വരെ എൻ്റെ കുഞ്ഞിന് പനിയിൽ ഒരു മാറ്റവുമില്ല. ഇത് മാത്രമല്ല, എല്ലാ 4 മണിക്കൂർ ഇടവിട്ട് ഹോസ്പിറ്റലിൽ അഡോള് കൊടുക്കുന്നു, ബ്രൂഫൻ കൊടുക്കുന്നു, ഇഞ്ചക്ഷൻ പെർഫൽഗാൻ കൊടുക്കുന്നു. മോന് പനിയിൽ ഒരു മാറ്റവുമില്ല. 12-ാം തീയതി ആയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് പറഞ്ഞു, ഞാൻ ഒരച്ഛനെ അയക്കാം മോന് കുർബാന കൊടുക്കാൻ വേണ്ടി. കാരണം മോൻ ഹോളി കമ്മ്യൂണിയൻ ഞങ്ങൾ വന്നിട്ട് ഡിസംബർ 31-ാം തീയതി സ്വീകരിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ അച്ഛൻ വന്ന ദൈവഭാഗ്യമെന്ന് പറയട്ടെ, ദൈവാനുഗ്രഹമാണോ എനിക്കറിയില്ല, ആ വന്ന അച്ഛനെ എനിക്ക് അറിയില്ല. പക്ഷേ അച്ഛൻ്റെ പേര് നമ്മുടെ അച്ഛൻ്റെ ജോസഫ് അച്ഛൻ എന്ന് തന്നെയായിരുന്നു അച്ഛൻ്റെ പേര്. അച്ഛൻ വന്നു, കുമ്പസാരിപ്പിച്ചു, കുർബാന കൊടുത്തു. അന്ന് വെളുപ്പിനെ കുർബാന കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കൊച്ചിന് ഡീസാച്ചുറേഷനായി, ഓക്സിജൻ്റെ അളവ് കുറയുന്നു. അവർ മാസ്ക് ഫിറ്റ് ചെയ്യുന്നു. ആദ്യം നോർമൽ ഓക്സിജൻ മാസ്ക്, അത് കഴിഞ്ഞിട്ട് ഹൈ ഫ്ലോ, പിന്നെ കുറേ ബ്ലഡുകൾ എടുക്കുന്നു. CRP എന്ന് പറയുന്ന ബ്ലഡ് എടുക്കുന്നു. അത് നോർമൽ വേണ്ടത് 0.8, എൻ്റെ കുഞ്ഞിന് 12. ഡി ഡയമർ എന്ന് പറയുന്നത് 2230, നോർമൽ വേണ്ടത് 230. അതായത് കുഞ്ഞിൻ്റെ ശരീരത്തിൽ നല്ല പോലെ ഇൻഫ്ലമേഷൻ. ഇത്രയും ദിവസവും ആ ആശുപത്രിയിൽ ഞാൻ കടന്നിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ പനിയുടെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. കുഞ്ഞിന് കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം തന്നെ അവർ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യുവാണ്. അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തു. കുർബാനയുടെ അനുഗ്രഹമെന്ന് ഞാൻ ഉറപ്പ് പറയും, ദിവ്യകാരുണ്യനാഥൻ്റെ അനുഗ്രഹമാണ്. ICUയിൽ ചെല്ലുമ്പോൾ എൻ്റെ കുഞ്ഞ് വിയർത്ത് പനി വിട്ടാണ്. കുഞ്ഞുങ്ങൾക്ക് പനി വിടുമ്പോഴത്തേക്ക് വെട്ടി വിയർക്കുകയില്ലേ, അതുപോലെയാണ് എൻ്റെ കുഞ്ഞ് ICUയിൽ ചെല്ലുന്നത്. നോക്കുമ്പോൾ 35.5. അത്രയും ദിവസം പനിച്ചു കിടന്ന എൻ്റെ കുഞ്ഞ് പനി വിട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദിവ്യകാരുണ്യനാഥൻ്റെ അനുഗ്രഹവും അമ്മ മാതാവിൻ്റെ അനുഗ്രഹവുമാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും.
അത്രയും ദിവസം അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്തായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ കണ്ടീഷൻ, കോസ് എന്താണെന്ന്, അസുഖത്തിൻ്റെ കാരണം എന്താണെന്ന്. അന്ന് രാത്രി അവർ കണ്ടുപിടിച്ചു മൈക്കോപ്ലാസ്മ ന്യൂമോണിയയാണ് കുഞ്ഞിനെന്ന്. അതോടൊപ്പം ICUവിൽ ചെന്നിട്ട് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ റൈറ്റ് ലെങ്ങിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്നത് 400 ml, ലെഫ്റ്റ് ലെങ്ങിൽ 100 ml. എൻ്റെ കയ്യിൽ എല്ലാത്തിൻ്റെയും രേഖകളുണ്ട്. സാധാരണ ഇങ്ങനെ വരുമ്പോഴേക്ക് നമ്മൾ ചെയ്യുന്നത് ചെസ്റ്റിൽ ട്യൂബ് ഇടണം, എങ്കിൽ മാത്രമേ ഈ ഫ്ലൂയിഡ് നമുക്ക് എടുത്തു കളയാൻ പറ്റൂ. ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, എല്ലാവർക്കും ഉടമ്പടി ചെയ്തിട്ട് നീ അത്ഭുതങ്ങൾ കാണിക്കുന്നു, ഒരത്ഭുതം എനിക്ക് കാണിച്ചു തരണമേ. ഞാൻ ഉടമ്പടി എടുത്തിട്ട് കുറച്ച് നാളുകളെ ആയുള്ളൂ, 1 മാസം കംപ്ലീറ്റ് ആയില്ല. ജനുവരി 7-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തിട്ട് പോകുന്നത്. ഞാൻ എൻ്റെ കയ്യിലുള്ള തൈലം കുഞ്ഞിൻ്റെ 2 ലെങ്സിലും പുരട്ടി കൊടുക്കും. ഉടമ്പടിയുടെ കാശ് രൂപം ആർക്കും കൈമാറരുതെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതെൻ്റെ സ്വന്തം മോനല്ലേ, ഞാൻ അവൻ്റെ കഴുത്തിൽ ഇട്ടുകൊടുത്തു. എൻ്റെ അമ്മ മാതാവേ, എൻ്റെ ഈശോപ്പായെ കാത്തുകൊള്ളണമേ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ബൈബിൾ ഞാൻ മുടങ്ങാതെ വായിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എന്താണ് വായിക്കുന്നതെന്ന് ഒരമ്മയുടെ മനസ്സ് നമുക്കറിയാം. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ എന്തൊക്കെ വായിക്കുന്നു എന്നുള്ളത് എനിക്ക് എൻ്റെ മനസ്സിൽ പതിയുന്നുണ്ട്. പക്ഷേ അതൊന്നും എനിക്കങ്ങ് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഒരു വാക്യം എൻ്റെ മനസ്സിൽ തട്ടിയതാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പസ്തോല പ്രവർത്തനം 16:31. ആ വാക്കിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് എൻ്റെ കുഞ്ഞിൻ്റെ അവിടുന്ന് തൊട്ട് ആ പ്ലൂറൽ ഫ്ലൂയിഡ് കെട്ടിക്കിടന്നത് കുറഞ്ഞ് 5 ദിവസത്തെ ICU വാസത്തിനുള്ളിൽ ഞങ്ങൾ വീണ്ടും ICUവിൽ നിന്ന് വാർഡിലേക്ക് മാറി. ദിവ്യകാരുണ്യനാഥൻ്റെ അനുഗ്രഹവും അമ്മ മാതാവ് ഉറപ്പായിട്ടും അത്ഭുതം പ്രവർത്തിച്ചെന്നാണ്. കാരണം ആർക്കും അറിയാം, ലങ്സിൽ 400 ml, ലെഫ്റ്റിൽ 100 ml. ഉറപ്പായിട്ടും ഒരു ട്യൂബ് ഇട്ട് കഴിഞ്ഞാലേ അത് പുറത്തോട്ട് മാറുള്ളൂ. പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഒരു ട്യൂബ് പോലും സ്പർശിക്കാതെ അത് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടി. പിന്നീടും 10 ദിവസം കൂടെ ആശുപത്രിയിൽ കിടന്ന് ആൻറ്റിബയോട്ടിക് എടുത്ത് അങ്ങനെ 22 ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിനുള്ളിൽ ഇന്ന് എൻ്റെ കുഞ്ഞ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും അമ്മ മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന്. അതോടൊപ്പം CRP കുറഞ്ഞ് 0.3 ആയി വെറും 5 ദിവസത്തിനുള്ളിൽ. അത്രയും ദിവസം അവിടെ കിടന്നിട്ടും CRP കൂടുന്നതല്ലാതെ ഒന്നും കുറഞ്ഞോ വരുന്നില്ല. എല്ലാ റിപ്പോർട്ടും ഇതിലുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഹൈ അല്ലെങ്കിൽ ലോ, ഹൈ ലോ. ഒരു റിപ്പോർട്ട് പോലും അവന് നോർമലായിട്ടില്ല. അമ്മ മാതാവിനും ദൈവകുമാരനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ വളരെയധികം നന്ദി പറയുകയാണ്. എൻ്റെ ഈ കുഞ്ഞിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. അന്ന് വരെ എനിക്ക് പല കാര്യങ്ങളും ഏറ്റുപറയാൻ മടിയുണ്ടായിരുന്നു. ഇപ്പോൾ പലരും പറയും ഇത് തട്ടിപ്പാണ്. പക്ഷേ ഞാൻ ഉറച്ചു പറയുന്നു, ഇത് ഒട്ടും തട്ടിപ്പല്ല. നമ്മൾ ഉറച്ചു വിശ്വസിച്ചാൽ മാത്രം മതി. ഞങ്ങൾ അന്ന് വരെയും പ്രാർത്ഥിക്കുകയും കുർബാന പങ്കെടുക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഈ ഒരു അനുഭവത്തിന് ശേഷം, നമുക്ക് സ്വന്തമായിട്ട് വരുന്ന അനുഭവത്തിന് ശേഷം എൻ്റെ കുഞ്ഞ് അന്ന് തൊട്ട് എല്ലാ ദിവസവും ബൈബിൾ വായിക്കും. അത് ദൈവത്തിന് വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ 2 മക്കളും എഴുന്നേറ്റാൽ ഉടനെ ദൈവത്തിൻ്റെ മുൻപിൽ പോയി നന്ദി പറയുകയും ബൈബിൾ വായിക്കുകയും ചെയ്യും. ദൈവം തന്ന എല്ലാ അനുഗ്രഹത്തിനും ഞാനും എൻ്റെ കുടുംബവും വളരെയധികം നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികളായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ആലപ്പുഴയിൽ ശാന്തിഭവനം എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ ഉള്ളവർക്ക് ആഹാരത്തിനുള്ള പൈസ എത്തിച്ചു കൊടുക്കുക, ആഹാരം എത്തിച്ചു കൊടുക്കുക. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ ഒരു നേഴ്സാണ്. എന്നെക്കൊണ്ട് ചെയ്യാവുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ അവിടെ അഗതി മന്ദിരത്തിൽ പോയി ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കുകയില്ല. പിന്നെ ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ജൂലൈ 25-ാം തീയതി ദൈവാനുഗ്രഹത്താൽ മോൻ്റെ 11ാം പിറന്നാൾ ഞങ്ങൾക്ക് ആഘോഷിക്കാൻ സാധിച്ചു. അന്ന് മോനെയും കൊണ്ടുപോയി ഒരു വൃദ്ധസദനത്തിൽ പോയി
അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയും അവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുകയും അവരോടൊപ്പം ചെലവഴിക്കുകയും ചെയ്തു. ആദ്യമായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ കയറി നിന്ന് ഇതുപോലൊരു സാക്ഷ്യം പറയാൻ സാധിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോ മിശിഹായ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഡെജി. ഞങ്ങൾ സിംഗപ്പൂരിൽ നിന്നാണ് വരുന്നത്. ഇത് എൻ്റെ മകൻ കെവിൻ. എൻ്റെ മകന് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. എൻ്റെ മകന് 3-4 വർഷമായിട്ട് എക്സിമ എന്ന രോഗമായിരുന്നു. അതായത് കൈയും കാലുമൊക്കെ ചൊറിഞ്ഞ് പൊട്ടുന്ന ഒരു രോഗം. ഞങ്ങൾ അവിടെ ഒരു ക്ലിനിക്കിൽ പോയി ഡോക്ടറെ കാണിച്ചു, മെഡിസിൻസുകളൊക്കെ ചെയ്തു, എന്നിട്ടും മാറിയിരുന്നില്ല. അതനുസരിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന് ഡോക്ടറെ കണ്ടു. അതനുസരിച്ച് ഞങ്ങൾ ഡോക്ടർ പറഞ്ഞ മെഡിസിൻസുകളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. അതനുസരിച്ചാണ് എൻ്റെ അനിയത്തി പറഞ്ഞത് ഇങ്ങനെ കൃപാസനത്തിൽ വന്ന് ഒരു ഓൺലൈൻ ഉടമ്പടി എടുക്കാനായിട്ട്. അതനുസരിച്ച് ഞാൻ ഓൺലൈൻ ലൈറ്റ് എ ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഫോണിലേക്ക് കൃപാസനത്തിലെ സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനങ്ങളും ഒക്കെ വന്നു. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, എൻ്റെ കയ്യിൽ അമ്മയുടെ വിശിഷ്ട വസ്തുക്കളൊന്നുമില്ലല്ലോ എന്ന്. അതനുസരിച്ച് നെക്സ്റ്റ് ഇതിൽ എൻ്റെ മക്കൾക്ക് അടുത്ത വെക്കേഷൻ വന്നു. ഞാൻ മക്കളെ തനിയെ നാട്ടിലേക്ക് വിട്ടു. ഞാൻ എൻ്റെ അനിയത്തിനോട് പറഞ്ഞു മക്കളെയും കൂട്ടി കൃപാസനത്തിൽ പോകുവാൻ. അതനുസരിച്ച് അവൾ കൃപാസനത്തിൽ വന്ന് ഇവിടുത്തെ വിശിഷ്ട വസ്തുക്കളായ ഉപ്പും തേനും എല്ലാം എനിക്ക് കൊടുത്തു വിട്ടു. അങ്ങനെ ഇവരെ സിംഗപ്പൂർക്ക് തിരിച്ചു വന്നു. ഞാൻ അതെല്ലാം എൻ്റെ മകനെ യൂസ് ചെയ്യുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എല്ലാം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഉപവാസം ആഴ്ചയിൽ ഓരോ ഉപവാസം എടുത്തുകൊണ്ടിരുന്നു. അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളുമൊക്കെ കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെ 2023 സെപ്റ്റംബറിൽ ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. ഞങ്ങളെല്ലാവരും കൂടി നാട്ടിൽ വന്നതിൻ്റെ ഭാഗമായി എൻ്റെ പ്രാർത്ഥനകളെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റാതെയായി. ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നു. ഇവിടെ പ്രാർത്ഥിച്ചിട്ട് തീർത്ഥാടന ഉടമ്പടി എടുക്കാതെ ഞാൻ പോയി. അങ്ങനെ സിംഗപ്പൂർക്ക് ഞാൻ തിരിച്ചു പോയി. അവിടെ ചെന്നിട്ടും എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ മകനെ ആദ്യം നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ സ്ഥലം മാറിപ്പോയി. അപ്പോൾ വേറൊരു ഡോക്ടറെയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ആ ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ഞങ്ങൾ മോന് ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ചെയ്തു. അപ്പോൾ അതനുസരിച്ച് മോന് ലിവറിന് പ്രോബ്ലമാണെന്ന് മനസ്സിലായി. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അതങ്ങനെ വന്നത് എന്ന് എനിക്ക് അറിയണമായിരുന്നു. അതനുസരിച്ച് ഞാൻ മകന് കൊടുത്തുകൊണ്ടിരുന്ന മെഡിസിൻസുകളെ പറ്റിയൊക്കെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതനുസരിച്ച് എനിക്ക് മനസ്സിലായി എൻ്റെ മകന് മെഡിസിൻ്റെ സൈഡ് എഫക്റ്റായിട്ടാണ് ഇത് വന്നത് എന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ടും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എൻ്റെ അമ്മച്ചിയുടെ അനിയത്തിയുടെ മകൻ ഡോക്ടറാണ്. ഞാൻ അവനെ വിളിച്ചു. അവൻ ഉടനെ പറഞ്ഞു, ഈ മെഡിസിൻ്റെ പേര് കേട്ട ഉടനെ തന്നെ അവൻ പറഞ്ഞു, ഈ മെഡിസിൻ്റെ പ്രധാന സൈഡ് എഫക്റ്റ് ലിവർ പ്രോബ്ലമാണെന്ന്. അതനുസരിച്ച് അവൻ പറഞ്ഞു, ഈ മെഡിസിൻസൊക്കെ സ്റ്റോപ്പ് ചെയ്ത് സിംഗപ്പൂർ തന്നെയുള്ള നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി മകനെ കാണിക്കണമെന്ന്. ഞങ്ങളവിടെ നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് ആ ഡോക്ടറുടെ മകൻ്റെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഞങ്ങൾ പറഞ്ഞു. അതനുസരിച്ച് ഡോക്ടർ മകൻ്റെ എല്ലാ മെഡിസിൻസുകളും സ്റ്റോപ്പ് ചെയ്തു. മകന് ഇതിനു വേണ്ടി ഒരു 3 തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഡോക്ടർ നിർദ്ദേശിച്ചത്. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് മകൻ്റെ ബ്ലഡ് ടെസ്റ്റുകളും എല്ലാം എടുക്കണമായിരുന്നു. അങ്ങനെ ഒരു 3 മാസക്കാലം, അതായത് നവംബർ 15-ാം തീയതിയാണ് ഞങ്ങൾ ഡോക്ടറെ കാണുന്നത്. അപ്പോൾ ഈ മെഡിസിൻസുകളൊക്കെ സ്റ്റോപ്പ് ചെയ്തതോടുകൂടി എൻ്റെ മകന് ഈ രോഗം കൂടുവാൻ തുടങ്ങി. കൈയും കാലും ദേഹമെല്ലാം ചൊറിഞ്ഞ് പൊട്ടലൊക്കെ കൂടുവാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് ചോദിച്ചു, അമ്മ മാതാവ് എനിക്ക് ഉത്തരം തരുന്നു, എൻ്റെ വിശിഷ്ട വസ്തുക്കൾ ഇവിടെയുണ്ടല്ലോ, നീ എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത്? ശരിയാണ്, ഞാൻ ഒന്നും ഉപയോഗിച്ചിരുന്നില്ല. അങ്ങനെ ഞാൻ ഡിസംബർ 27-ന് ആദ്യമായി ഓൺലൈൻ ഉടമ്പടി ഞാൻ എടുക്കുകയാണ്. അങ്ങനെ
ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥനകളെല്ലാം ചെയ്തു പോന്നു. മകന് ഉപ്പും തേനും തൈലം എല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങി. അതനുസരിച്ച് ഞാൻ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളും എല്ലാം ഞാൻ കേട്ടുകൊണ്ടിരുന്നു. സാക്ഷ്യങ്ങളിലൂടെയാണ് എനിക്ക് ഓരോ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കി കിട്ടിയത്. അങ്ങനെ സാക്ഷ്യങ്ങളിലൂടെ അപ്പോൾ ഞാൻ കൂടുതലായിട്ടും കേട്ടുകൊണ്ടിരുന്ന തൈലം ഉപയോഗിച്ച് രോഗസൗഖ്യം കിട്ടുന്ന കാര്യമാണ് എനിക്ക് കാണുവാൻ സാധിച്ചത്. അപ്പം ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് ചോദിച്ചു, എൻ്റെ കയ്യിൽ ഒരു ചെറിയ കുപ്പിയിൽ ആകെ കുറച്ച് തൈലം മാത്രമേ ഉള്ളൂ, ഇത് മൊത്തം എൻ്റെ മകൻ്റെ ദേഹത്ത് തേച്ചാൽ ഒരു ദിവസം കൊണ്ട് അത് തീർന്നു പോകുമല്ലോ എന്ന്. അപ്പം തന്നെ എൻ്റെ അമ്മ മാതാവ് എനിക്ക് ഉത്തരം നൽകി, നിൻ്റെ വീട്ടിൽ ഹോളി വാട്ടർ ഇരിക്കുന്നില്ലേ? ശരിയാണ്, എൻ്റെ വീട്ടിൽ ഹോളി വാട്ടർ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അവിടെ ചർച്ചിൽ നിന്ന് ഹോളി വാട്ടർ ലഭിക്കും, അതെൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട്. അതിൽ എൻ്റെ 2 തുള്ളി ഉപ്പ് ഇടുക, അത് മകൻ്റെ ദേഹത്ത് പുരട്ടുക. അതനുസരിച്ച് ഞാൻ ചെയ്തു. അന്ന് തുടങ്ങി എൻ്റെ മകന് പൂർണ്ണ രോഗസൗഖ്യമാണ് എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നത്. അതനുസരിച്ച് ഞാനിതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ നവംബർ 15 ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടറെ പിന്നെ കാണുന്നത് ഞങ്ങൾ മാർച്ച് 3 അതായത് ഇതിൻ്റെ ഇടയിലെല്ലാം മകൻ്റെ ബ്ലഡ് ടെസ്റ്റുകൾ, വേറെ ഡോക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 3 മാസക്കാലം. ആ 3 മാസക്കാലം എൻ്റെ അമ്മ മാതാവും ഈശോയ്ക്കും അത് എനിക്ക് തന്നതാണ്. അപ്പോൾ അങ്ങനെ മാർച്ച് 3 തിരിയാൻ ഡെർമറ്റോളജിസ്റ്റിനെ ഞങ്ങൾ പോയി കണ്ടു. ഡോക്ടറിനെ ആകെ സർപ്രൈസ്ഡായി മകൻ്റെ ദേഹം കണ്ടിട്ട്. അതായത് മകൻ്റെ അസുഖമെല്ലാം മാറിയിരിക്കുന്നു, ഒരു പോറലുമില്ലാതെ എല്ലാം മാറ്റി തന്നിരിക്കുന്നു അമ്മ മാതാവ്. ഡോക്ടർ പറഞ്ഞു മകൻ്റെ ഡ്രൈ സ്കിൻ മാറി അത് നോർമൽ സ്കിന്നിലേക്ക് ആയിരിക്കുകയാണെന്ന്. എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ ഇത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. എൻ്റെ അമ്മ മാതാവ് 20ാമത്തെ വയസ്സിൽ അമ്മ മാതാവിൻ്റെ മകൻ്റെ സ്കിൻ എങ്ങനെയായിരുന്നോ അതുപോലെ എൻ്റെ മകൻ്റെ സ്കിൻ ആക്കി തരണമേ എന്ന്. അതുപോലെ എൻ്റെ അമ്മ എൻ്റെ മകന് സ്കിൻ നോർമൽ സ്കിന്നാക്കി മാറ്റി തന്നു. ഞാൻ എപ്പോഴും മകൻ്റെ തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും. മകന് എല്ലാ വിശിഷ്ട വസ്തുക്കളും ഞാൻ നാവിൽ വെച്ച് കൊടുക്കും. ഞാൻ പറയുന്നു, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സൗഖ്യപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സൗഖ്യപ്പെടുത്തിയത്. എൻ്റെ മകനെ സൗഖ്യപ്പെടുത്തണമേ എന്ന്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ വചനങ്ങൾ ഞാൻ ഉരുവിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ മകന് പൂർണ്ണ രോഗസൗഖ്യം കിട്ടി. പിന്നെ എൻ്റെ 2ാമത്തെ ഉടമ്പടി വഴിയാണ് ഞാൻ കൂടുതലായിട്ട് ആത്മീയമായിട്ട് ഞാൻ വളരാൻ എനിക്ക് പറ്റിയത്. അതായത് ചെറുപ്പത്തിലെല്ലാം ആഴ്ചയിൽ ഒരു ദിവസം കുമ്പസാരിച്ചുകൊണ്ടിരുന്ന ഞാൻ പിന്നീട് അത് മാസത്തിലൊരിക്കലായി. കല്യാണത്തിന് ശേഷം അത് വർഷത്തിൽ 2 പ്രാവശ്യമായിട്ടത് കുറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ സിംഗപ്പൂർക്ക് പോയി. പിന്നെ എൻ്റെ കുമ്പസാരം തീരെ കുറഞ്ഞു പോയി. 2 വർഷത്തിലൊരിക്കലായിരുന്നു ഞാൻ കുമ്പസാരിച്ചു കൊണ്ടിരുന്നത്. അതായത് 2 വർഷം കൂടുമ്പോഴാണ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത്. എനിക്ക് ഇംഗ്ലീഷ് കുമ്പസാരിക്കാൻ അറിയത്തില്ലായിരുന്നു. അങ്ങനെ എൻ്റെ 2ാമത്തെ ഉടമ്പടിയിൽ എൻ്റെ അമ്മ മാതാവ് എന്നെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, കുമ്പസാരിക്കണം. പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് കുമ്പസാരിക്കാൻ അറിയില്ല. ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു. എൻ്റെ മകൻ തന്നെയാണ് എന്നെ ഇംഗ്ലീഷിൽ കുമ്പസാരിക്കാൻ പഠിപ്പിച്ചത്. അങ്ങനെ ഇപ്പോൾ എല്ലാ മാസവും ഞാൻ ഇംഗ്ലീഷ് കുമ്പസാരിക്കും. എല്ലാ ദിവസവും ഞാൻ കുർബാനയിൽ പങ്കുകൊള്ളും. പിന്നെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതായത് ഞങ്ങൾ സിംഗപ്പൂരാണ്, അതുകൊണ്ട് എനിക്ക് പത്രങ്ങളൊന്നും കിട്ടിയിരുന്നില്ല, ഒന്നും തന്നെ ചെയ്യാൻ. എന്നാലും ഞാൻ എനിക്ക് അറിയാവുന്നവരോട് ഞാൻ അമ്മ മാതാവിനെ പറ്റി, കൃപാസന മാതാവിനെ പറ്റിയും പറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ ഈ സാക്ഷ്യം ഞാൻ മുമ്പ് തന്നെ എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ റിലേറ്റീവ്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്.